വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഏകദേശം 33ഓളം ഇന്ത്യക്കാർ മലയാളികൾ അവിടെ നേപ്പാളിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് വിദേശകാര്യ വക്താവ് പറയുന്നത്. അതേസമയം തന്നെ നോർക്ക പറയുന്നത് 33 അല്ല, ഇത് 53 പേർ കുടുങ്ങിയിട്ടുണ്ട് എന്നാണ്. നമ്മൾ ഇതിൽ ഏത് വിശ്വസിക്കും എന്നതാണ് ഇപ്പോഴത്തെ ഒരു വലിയ സംശയം എന്ന് പറയുന്നത്. വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറയുന്നത് 33 മലയാളികൾ നേപ്പാളിൽ കാണാതായിട്ടുണ്ട് എന്നാണ്. നമുക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആദ്യം കേൾക്കാം. As per information currently available, there are 288 Indian nationals who remain uncontactable. Then a group of 61 Indian nationals from different states who traveled through Richa tours. And then a group of 33 Indian nationals from Kerala. 33 ഫ്രം കേരള എന്നാണ് രൺദീപ് ജയ്സ്വാൾ വിദേശകാര്യ വക്താവ് പറയുന്നത്. പക്ഷേ നോർക്ക പറയുന്നത് അവിടെ 53 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട സംശയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് ആര് പറയുന്നത് വിശ്വസിക്കും, ആര് പറയുന്നത് കേൾക്കും എന്നതാണ്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ആ വിഷയത്തിൽ ഒരു ഏകോപനക്കുറവ് സംഭവിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് രണ്ട് കണക്കുകൾ വരുന്നത്, ഇത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. നോർക്കയുടെ പ്രതികരണം കൂടി നമുക്ക് ഈ വിഷയത്തിൽ കേൾക്കാം. ബേസിക്കലി നമ്മൾ അവസാനം ഇന്നലെ രാത്രി ഏകദേശം ഒരു 3 മണിയോടെ കൂടിയൊക്കെ ആയിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തൊരു 17 യൂണിറ്റ് ഓഫ് ഇൻഫർമേഷനാണ്. അതെല്ലാം വന്നിരിക്കുന്നത് നോർക്ക റൂട്ട്സിൽ നിന്ന് വന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന കോൾസ് ഉണ്ട്, ചീഫ് സെക്രട്ടറിയുടെ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ കൊളേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 17 യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷനാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നമ്മൾ ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിങ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. അതെ 53 പേരെയാണ് ഞങ്ങളിപ്പോൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അതിനുശേഷം കോൾസ് വന്നിട്ടില്ല. എന്തോ മലയാളികളാണ് ഞാൻ പറഞ്ഞത്. ഈ മലയാളികൾ 53 എണ്ണത്തിൽ വരുന്നത് അഡൾട്ട്സ് ഉണ്ട്, കുട്ടികളും ഉണ്ട്. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സുരക്ഷിതരാണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. അതിൽ കണക്കുകളിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അവർ സുരക്ഷിതരാണ് എന്ന ഒരു ആശ്വാസം ഇപ്പോൾ നമ്മളോട് നോർക്ക പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് കണക്കുകൾ എങ്ങനെ വന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നോർക്ക പറയുന്നത് അവർക്ക് ലഭ്യമായ കോളുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഈ 53 പേരിലേക്ക് എത്തിയതെന്നാണ്. അപ്പോൾ ഇവർ വിദേശകാര്യ മന്ത്രാലയവുമായി നോർക്ക ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ, സംസ്ഥാന സർക്കാർ ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ, ഈ ആശയക്കുഴപ്പം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, നമുക്കത് പരിശോധിക്കേണ്ടതുണ്ട്. അഞ്ജു തിരുവനന്തപുരത്ത് നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് നടക്കുന്നതെന്ന്. അഞ്ജു, ഇവിടെ രണ്ട് കണക്കുകളാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും നോർക്കയും പറയുന്നത്, സംസ്ഥാനവും പറയുന്നത്. സംസ്ഥാനത്തിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്രം പറയുന്നത് 33 പേരെന്നാണ്. ഈ ആശയക്കുഴപ്പം എങ്ങനെ സംഭവിച്ചു എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരുമായി അതിന്റെ തുടർച്ചയിൽ ആശയവിനിമയം നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? ബനു, നമ്മൾ നിൽക്കുന്നത് ഒരു നേപ്പാളിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറെ ആശങ്കകളുണ്ട്. അതിലേറെയും നമ്മൾ മലയാളികൾ കൂടി അവിടെ അകപ്പെട്ടു പോകാനൊരു സാധ്യതയുണ്ട് എന്ന് ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നു. കാരണം കൂടുതലും ഈ എവറസ്റ്റ് ട്രെക്കിങ്ങിനൊക്കെ അടക്കം അങ്ങോട്ട് പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ കൂടുതലായി ഇതിൽ കുടുങ്ങി പോകാനൊരു സാധ്യതയുണ്ടോ എന്നൊരു ആശങ്ക ഉയർന്നത്. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കോളുകൾ ഈ നോർക്കയിലേക്ക് എത്തുകയും അവസാനം നോർക്ക ഒരു പ്രസ് മീറ്റ് വിളിക്കുകയുമാണ് ഉണ്ടായത്. ആ പ്രസ് മീറ്റിലാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് നോർക്ക ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കും അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്കും വന്ന കോളുകളിൽ നിന്ന് അവർ ക്രോഡീകരിച്ച ഒരു എണ്ണമാണ് 53 എന്ന് പറഞ്ഞത്. 17 കോളുകളാണ് ഈ 3 നമ്പറുകളിലേക്കായി വന്നത്. ആ 17 കോളുകളിൽ നിന്നാണ് ഇവർ 53 പേര് ഇവിടെ പോയിട്ടുണ്ടെന്നും അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരം ഇവർക്ക് ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റു കുടുംബാംഗങ്ങൾ വിളിച്ച് പറഞ്ഞതനുസരിച്ചാണ് ഈ നോർക്ക ക്രോഡീകരിച്ച വിവരങ്ങളാണ് 53 എന്ന് പറഞ്ഞത്. അതനുസരിച്ചിട്ട് അവർ പറയുന്നത് 53 പേരിൽ ചിലരെ മാത്രമേ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഈ കോൺടാക്ട് ചെയ്തത് പോലും കുടുംബങ്ങളാണ് കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അവരെവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്ത് നിൽക്കാൻ മാത്രമേ അവർക്ക് ഇപ്പോൾ കഴിയുന്നുള്ളൂ. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് നോർക്ക ആദ്യം വിളിച്ച പ്രസ് മീറ്റിൽ നമ്മളോട് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രസ് മീറ്റ് നടക്കുകയും ആ പ്രസ് മീറ്റിലാണ് ഈ
ഇന്ത്യയിൽ നിന്ന് എത്ര പേർ നേപ്പാളിൽ കുടുങ്ങി എന്നൊരു കണക്കിൽ അദ്ദേഹം വ്യക്തമായി ഈ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് 33 പേർ മാത്രമാണ് ഈ നേപ്പാളിൽ അപകടമുണ്ടായി കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് കണക്കുകൾ തമ്മിലാണ് നിലവിൽ പൊരുത്തക്കേടുള്ളത്. ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ അവിടെ മലയാളികൾ ഉണ്ട് എന്നുള്ള ആശങ്കയുണ്ട്, കുടുംബാംഗങ്ങൾക്കടക്കം തങ്ങളുടെ ഉറ്റവർ എവിടെ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുമ്പോൾ ഇത്തരത്തിലൊരു കണക്ക് കൂടി വരുമ്പോൾ അത് വലിയ തരത്തിലുള്ള ആശങ്കയും അതുപോലെ തന്നെ ഒരു പേടിയും ഈ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിലാണ് ഇപ്പോഴും ഈ അവ്യക്തത, ഈ കണക്കുകളിലെ അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് നോർക്ക ഈ കണക്കുകൾ 53 എന്ന് പറഞ്ഞ സംഖ്യയിലേക്ക് നോർക്ക എത്തിയത് അവിടേക്ക് വിളിച്ച കുടുംബാംഗങ്ങളിൽ നിന്നാണ്, ഈ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വന്ന കോളുകളിൽ നിന്നാണ്. അവർ സ്വന്തം നിലയ്ക്ക് ഈ ഒരുപാട് ട്രാവൽ ഏജൻസികൾ കാണും ഈ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് നേപ്പാളിലേക്ക് ആളുകളെ എത്തിക്കുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്ത് കാണും, സംസ്ഥാനത്തിന് പുറത്തുള്ള ട്രാവൽ ഏജൻസി വഴി പോകുന്ന മലയാളികളും ഉണ്ടാകും. അത്തരത്തിൽ അങ്ങനെ ഒരു കണക്ക് ഇതുവരെയും നോർക്കയ്ക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി ഇത്തരത്തിൽ ട്രാവൽ ഏജൻസി വഴി. പ്രശ്നം ഇപ്പോൾ 53 പേരുടെ കണക്കാണല്ലോ നോർക്ക പുറത്തുവിടുന്നത്, കേന്ദ്ര സർക്കാർ 33 പേരുടെയും. അപ്പോൾ നോർക്ക ഞങ്ങൾക്ക് ഇത്രയും കോളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ലഭിച്ച കോളുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? അവരിലേക്ക് അപ്ഡേറ്റ് ചെയ്താലല്ലേ ഈ ബാക്കിയുള്ളവർ അവിടെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ട്രേസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആ വിധത്തിലുള്ള നടപടികൾ നോർക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? നോർക്ക വ്യക്തമാക്കുന്നത് ഇവരുടെ പക്കലുള്ള ഈ 53 എന്ന് പറഞ്ഞ സംഖ്യ നോർക്ക വിദേശകാര്യ മന്ത്രാലയത്തിന് ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവർ അറിയിക്കുന്നത്. പക്ഷെ അതിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുന്ന് പറയുന്ന 53 എങ്ങനെയാണ് കേന്ദ്രത്തിൽ എത്തുമ്പോൾ 33 ആയി ചുരുങ്ങുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാകാത്തത്. 53 പേരുടെ കണക്കുകൾ ഇവരുടെ കയ്യിലുണ്ട്, അവർ അത്രയും പേരുടെ ഡീറ്റെയിൽസ് ഉണ്ട്, കോൺടാക്ട് നമ്പർ ഉണ്ട് എന്ന് നോർക്ക പറയുമ്പോൾ ആ കണക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകുമ്പോൾ അത് എങ്ങനെയാണ് 33 ആകുന്നു എന്നുള്ളൊരു സംശയമാണ് എല്ലാവർക്കും സ്വാഭാവികമായും ഉണ്ടാവുക. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഞാനത് കൂട്ടിച്ചേർക്കാൻ വെച്ചൊരു കാര്യമാണ്, ഈ നോർക്കയിലേക്ക് വന്ന കോളുകളിൽ നിന്നാണ് 53 പേരെ കാണുവാനില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് നോർക്ക ക്രോഡീകരിക്കുന്നത്. പക്ഷേ അവർ സ്വന്തം നിലയ്ക്ക് ഇതുവരെയും ഈ എത്ര പേർ ട്രാവൽ ഏജൻസി വഴി പോയിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് ഇപ്പോഴും നോർക്കയുടെ പക്കലില്ല. അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കയ്യിലുമില്ല. നമ്മൾ നോർക്ക ഓഫീസറോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞത് അത് എംബസി മുഖേന മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ, ട്രാവൽ ഏജൻസി മുഖേന എത്ര പേർ നേപ്പാളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിന് വേണ്ട നടപടികൾ കൈക്കൊണ്ടു എന്നാണ് ഇന്നലെ രാവിലെ അടക്കം നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇതുവരെയും നോർക്ക റൂട്ട്സിനോ എത്ര പേർ എംബസി ഈ വിവിധങ്ങളായിട്ടുള്ള ട്രാവൽ ഏജൻസി വഴി അവിടേക്ക് ട്രെക്കിങ്ങിന് പോയിട്ടുണ്ട് എന്നുള്ളൊരു കണക്കില്ല. അതുപോലെ സോളോ ട്രിപ്പിന് പോയ ആളുകളുടെ കണക്കില്ല. നമുക്കറിയാം നേപ്പാൾ അതിർത്തിയിൽ പാസ്പോർട്ടൊന്നും ആവശ്യമില്ല, ഈ സാധാരണ തിരിച്ചറിയൽ രേഖ അതൊന്നെങ്കിൽ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളത് കാണിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തോട് ഒരു ആശയവിനിമയം നടത്തിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും എത്ര മലയാളികൾ അവിടെ പൂർണ്ണമായും കുടുങ്ങിയിട്ടുണ്ടെന്ന്. പക്ഷെ അങ്ങനെ ഒരു തരത്തിലുള്ള നടപടികൾ നോർക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അതിലൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നോർക്കയിൽ ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് ഒരു കത്തയക്കുക മാത്രമാണ് ചെയ്തത്. നേപ്പാളിലെ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ മലയാളികളെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു കത്തയക്കുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. മറ്റൊരു നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നോർക്കയിലേക്ക് എത്തിയ കോളുകൾ വെച്ചുകൊണ്ട് മാത്രം ഇത്രയും പേർ മാത്രമേ അവിടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുള്ളൂ എന്ന് നോർക്ക പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ആശങ്കകളുണ്ട് കുടുംബാംഗങ്ങൾക്ക് പകരം. കാരണം ഈ ട്രാവൽ ഏജൻസി വഴിയൊക്കെ ഒരുപാട് പേർ പോകാൻ സാധ്യതകളുണ്ട്, സോളോ ട്രിപ്പിനായി പോകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കണക്കുകൾ എന്ന് കിട്ടും, അല്ലെങ്കിൽ ആ കണക്കുകൾ കണ്ടെത്താൻ എന്തുകൊണ്ട് നോർക്ക ഇടപെടുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൽ വലിയ പ്രതിഷേധം കുടുംബങ്ങൾക്കുണ്ട്. കാരണം സർക്കാർ തലത്തിൽ ഇക്കാര്യങ്ങൾ ഏകോപിപ്പിച്ചാൽ മാത്രമേ നോർക്കയും അത് കേന്ദ്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ കൂടുതൽ ചടുലമായി ചെയ്യത്തുള്ളൂ. പക്ഷേ ആ ഒരു ചടുലത ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നില്ല. നോർക്കയ്ക്ക് കിട്ടുന്ന കണക്ക് പറയുന്നു, നോർക്ക കൊടുത്ത കണക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്നലത്തെ പ്രസ് മീറ്റിൽ ഒരു കണക്ക് പറഞ്ഞത്. പക്ഷേ അത് 33 ചുരുങ്ങുന്നു. എവിടെയാണ് ഈ കണക്കിൽ ഈ പൊരുത്തക്കേടുകൾ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യമാണ്. എവിടെയാണ് കണക്കിൽ ഈ പൊരുത്തക്കേട് ഉണ്ടാകുന്നത്? ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ പോലും ഒരു കണക്കിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുന്നില്ലല്ലോ എന്നത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. അത് പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇപ്പോൾ നോർക്ക പറയുന്നത് 53 പേരെ കാണാതായിട്ടുണ്ട് എന്നാണ്. അവർക്ക് വന്ന ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാകുമ്പോൾ എങ്ങനെ ഫോൺ കോളുകൾ വരുമെന്നൊരു സംശയം ഇവിടെ കമന്റ് ബോക്സിൽ കണ്ടു. അത് അവിടെ കുടുങ്ങിപ്പോയ ആളുകളിൽ നിന്ന് വന്ന ഫോൺ കോളുകളല്ല, അങ്ങോട്ടേക്ക് പോയി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ ആളുകളുടെ
ബന്ധുക്കളിൽ നിന്ന് വന്ന ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിലാണ് 53 പേർ കുടുങ്ങിയിട്ടുണ്ട് എന്ന് നോർക്ക ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ആ കണക്ക് കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് 33ആയി ചുരുങ്ങുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഇതിലൊരു വലിയ വിഷയമെന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നമുക്ക് പാസ്പോർട്ടോ വിസയോ മറ്റു രേഖകളോ ഒന്നുമില്ലാതെ സുഖമായി നേപ്പാളിലേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു പോകാൻ കഴിയുന്നത് കൊണ്ട് തന്നെ കൃത്യമായൊരു കണക്കുണ്ടാവുക എന്നത് അസാധ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി.